ആരാധിക്കുന്ന ദൈവത്തെ കാണാൻ അമ്പലത്തിൽ ഏത് ഡ്രസ് ഇട്ട് പോയാൽ എന്താ കുഴപ്പം? എന്തെങ്കിലും ശരീരഭാഗം കണ്ടാൽ ദൈവത്തിന് എന്തെങ്കിലും തോന്നും? കാര്യങ്ങളൊക്കെ അവര് തീരുമാനിക്കുന്നതാണ്. അങ്ങനെയാണ് അമ്പലം നടത്തിപ്പുകാർ, അപ്പൊ ഇപ്പം ഇത് പറയാൻ കാരണം മുംബൈയിലെ ഫേമസ് ആയിട്ടുള്ള ശ്രീ സിദ്ധിവിനായക അമ്പലത്തിൽ കഴിഞ്ഞ ദിവസം ഡ്രസ് കോഡ് പ്രാബല്യത്തിലാക്കി. അതായത് ശരീരഭാഗം കാണിക്കുന്ന ഡ്രസ്സുകൾ, കീറിയ ജീൻസുകൾ, വൈറ്റ് സ്ലിറ്റ്സ് ഉള്ള സ്ലിറ്റ്സ് ഉള്ള കുർത്തീസ് ഇട്ടുകൊണ്ട് വരാൻ പാടില്ല. ദൈവത്തിനെ മനുഷ്യരാണ് ഉണ്ടാക്കുന്നതാണല്ലോ എൻ്റെ സങ്കല്പം. അപ്പോൾ നമ്മളൊരു കമ്മ്യൂണിറ്റി ആകുന്നതും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാനും പോസിറ്റിവിറ്റി കിട്ടാനും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പലരും പല ആരാധനയൊക്കെ വരുന്നത് ഉണ്ടാകുന്നത്. അപ്പം ആരാധന ഇസ് എ കൾച്ചർ അല്ലേ? എല്ലാത്തിനും ഒരു കൾച്ചറുണ്ട്. പബ്ബിനൊരു കൾച്ചർ, ഇറ്റ്സ് കോൾഡ് പബ് കൾച്ചർ. ഹോഴ്സ് റൈഡിങ്ങിന് ഒരു കൾച്ചറുണ്ട്, ജോക്കി കൾച്ചർ. അങ്ങനെ എല്ലാത്തിനും ഒരു കൾച്ചർ ഉള്ളതുപോലെ അമ്പലം ഇസ് എ പ്ലേസ്, അല്ലെങ്കിൽ ആരാധനാലയം ഇസ് എ പ്ലേസ് വേർ ഇറ്റ് ഇസ് സപ്പോസ് ടു ബി ഇൻ ദാറ്റ് കൾച്ചർ. ഇറ്റ് ഈസ് നോട്ട് എ പ്ലേസ് ടു പ്രൊവോക്ക് ബൈ ഷോയിങ് യുവർ ബോഡി പാർട്സ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ ഡ്രസ് കോഡ് വേണോ വേണ്ടതെന്ന് ആരുടെ അടുത്ത് ഇമ്പോസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ബിക്കിനി ഇട്ടുകൊണ്ട് അമ്പലത്തിൽ പോകണമെന്നല്ല ഞാൻ പറയുന്നത്. ഡ്രസ് കോഡ് വേണോ ഇല്ല എന്നുള്ളത് അത് സാമാന്യം നമ്മൾ ഇതിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ടാവും. ഒരു സാമാന്യ ബോധം ഉണ്ടാവില്ല നമ്മൾ എന്തിട്ടുകൊണ്ട് പോകണം എന്നുള്ള സാധനം ഉണ്ടാവുമല്ലോ. ഈ കോമൺ സെൻസ് ഇസ് റെയർ ആ സംഭവമായിരിക്കും ഇപ്പൊ ഇതിലേക്കൊക്കെ നയിച്ചത്. അത് നമ്മൾ ഈ അമ്പലം ഭക്തിയിലോട്ടൊക്കെ പോകുമ്പോൾ കോമൺ സെൻസ് കുറഞ്ഞു വരും. അപ്പോൾ പരിഷ്കാരങ്ങൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഗുരുവായൂരിൽ തന്നെ ചുരിദാർ ഇട്ടിട്ട് കയറാൻ പറ്റാത്തൊരു സമയങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ മാറി ഗുരുവായൂരിൽ ചുരിദാർ ഇട്ട് പ്രവേശിക്കാം. ഇപ്പൊ ചുരിദാർ ഇടാം. പക്ഷേ സെയിം ടൈം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇപ്പോഴും ചുരിദാർ ഇട്ട് പ്രവേശിക്കാൻ പാടില്ല. സാരി ഉടുക്കാം, ഇല്ലെങ്കിൽ അവിടെ മുണ്ട് അതായത് നമ്മൾ നല്ല വൃത്തിയായിട്ട് കുളിച്ച് നല്ല അത് ഉടുത്ത് കയറാൻ പാടില്ല. അവിടെ വാടകയ്ക്ക് വെച്ചിരിക്കുന്ന മുണ്ടെടുത്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റം. ഇപ്പൊ ഇത് നമ്മളിപ്പോ പുരാണത്തിലേക്ക് നോക്കിയാലും അല്ലെങ്കിൽ കൾച്ചറിലേക്ക് നോക്കിയാലും എന്ത് തന്നെ നോക്കിയാലും ഈ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് സെക്കൻഡ് ഓപ്ഷൻ അല്ലെങ്കിൽ സെക്കൻഡറി ആയിട്ടുള്ള കാര്യം. മനുഷ്യരുണ്ടാക്കിയ കുറെ റൂൾസ് എല്ലാ അമ്പലങ്ങൾക്കും ഓരോ അമ്പലം ഓർമ്മ. ഇപ്പൊ നമ്മള് മഹാഭാരതത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ പീരീഡ്സ് ആകുമ്പോഴത്തേക്കും സ്ത്രീയെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷെ പലരും പീരീഡ്സ് ആകുമ്പോഴും അമ്പലത്തിൽ പോകുന്നുണ്ട്. അൺലെസ് ആരെങ്കിലും നമ്മളെ ചെക്ക് ചെയ്യാത്തടത്തോളം ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട് ദുർഗാ ക്ഷേത്രത്തിൽ എവിടെ സംവേർ ഇൻ നോർത്ത് ഈ പീരീഡ്സ് ആയിട്ടുള്ള ലേഡീസ് ആണ് അവിടുത്തെ പൂജാരിയും ബാക്കി കാര്യങ്ങളൊക്കെ. ചെങ്ങന്നൂർ ഒരു അമ്പലം ഉണ്ട്, അവിടെ പീരീഡ്സ് ദേവിക്ക് പീരീഡ്സ് ഈശ്വരനിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ മഹാഭാരതത്തില് പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് രജസ്വലയായിരുന്നു, അല്ലെങ്കിൽ പാഞ്ചാലിക്ക് പീരീഡ്സ് ആയിരുന്നു എന്നാ പറയുന്നത്. ആ പീരീഡ്സ് ആയി നിന്ന് ഒരു സ്ത്രീക്ക് ഭഗവാൻ എന്താ സാരി കൊടുക്കുകയാണല്ലേ, എത്രയോ മീറ്റർ നീളമുള്ള സാരി ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ്. ദുശാസനൻ ഊരുന്നു, ഭഗവാൻ കൊടുക്കുന്നു. അപ്പോ ഭഗവാന് രജസ്വലായിട്ടുള്ള ഒരു സ്ത്രീയെ ടച്ച് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഭഗവാൻ അതിന് അഗെയിൻസ്റ്റ് ആണെങ്കിൽ ശ്രീകൃഷ്ണൻ ആ ഒരു പീരീഡ്സ് പാഞ്ചാലിക്ക് കൊടുക്കുമോ? അപ്പൊ ഡേറ്റ് അല്ല ഇതൊന്നും തീരുമാനിക്കുന്നത്. ഒബ്വിയസ്ലി നമുക്ക് ഇതെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇതൊക്കെ തീരുമാനിക്കുന്നത് മനുഷ്യരാണ്, അമ്പലങ്ങൾ ഭരിക്കുന്നവരാണ്. ഭയങ്കര രസകരമായിട്ട് ഒരു ഇന്റർവ്യൂ ഒരു തമിഴ് ചാനലിൽ യൂട്യൂബ് ചാനലിൽ വന്ന സാധനമുണ്ട്. അതിനകത്ത് അവർ പറയുന്ന കാര്യമുണ്ട്. ആ ഒരു സ്ത്രീയാണ് അവർ പറയുന്നത്, ഞാൻ നോൺ വെജ് കഴിക്കും, ഞാൻ നോൺ വെജ് കഴിച്ചിട്ട് അമ്പലത്തിൽ പോകാറുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പീരീഡ്സ് ഉള്ളപ്പോൾ ഞാൻ അമ്പലത്തിൽ പോകാറുണ്ട്. ഞാൻ എങ്ങനെയാണ് എന്ന് എന്നെ സൃഷ്ടിച്ച ദൈവത്തിനറിയാം. ആ സൃഷ്ടിയുടെ ആ സൃഷ്ടിക്കറിയാം ഇയാൾ ഏത് രീതിയിലാണ് ജീവിക്കാൻ പോകുന്നത് എന്ന്, ഇയാൾ എങ്ങനെയുള്ള ആളാണെന്ന് അറിയാമെങ്കിൽ ആ ദൈവം വരുത്തി വെച്ചിട്ടുള്ള എൻ്റെ ശരീരത്തിലെ ഒരു ഭാഗമോ അല്ല എൻ്റെ ശരീരത്തിൻ്റെ ഒരു സൈക്കിളിലോ ആ ദൈവത്തിന് എന്നോട് എന്ത് ദേഷ്യം തോന്നാനാണ്. അപ്പം അതിനകത്ത് പറയപ്പെടുന്നത് അതിൽ വരുന്നൊരു ഭയങ്കര ഹിഡൻ ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഇവർക്കല്ല കുഴപ്പം, ഇത് ഭരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഒരു ദൈവം പറയുമോ നീ ജാതിയിൽ താഴ്ന്നതാണ്, എൻ്റെ അടുത്ത് വരണ്ട. ഒരു ദൈവം പറയോ നീ ബ്രാഹ്മണൻ അതുകൊണ്ട് നീ മാത്രം എൻ്റെ അടുത്ത് വന്നാൽ. ബ്രാഹ്മണൻ പൂജിക്കുന്ന കല്ല് കൊത്തുന്നത് ആണ്. ഈ പറയുന്ന ഇതെല്ലാം ഓരോ സമയത്ത് സൊസൈറ്റി ഇവോൾവ് ആയതനുസരിച്ചാണ്. ഇപ്പോൾ കുറേ അതൊരു ഡിബേറ്റബിൾ ടോപ്പിക് ആണെങ്കിലും നോൺ ബ്രാഹ്മണിക്സും ഇപ്പോൾ പൂജകൾ നടത്താറുണ്ട്. അപ്പം നല്ല ഐശ്വര്യമായിട്ട് പൂജ നടത്തുന്ന അവർക്ക് ഭയങ്കര പോസിറ്റീവ് ഫീഡ്ബാക്ക്സ് കിട്ടുന്നവരും ഉണ്ട്. പക്ഷെ എന്നാലും ഈ പറയപ്പെടുന്ന ഇതിൻ്റെ ഒരു ബേസിക് പോയിന്റ് പറഞ്ഞാൽ മുംബൈ എന്ന് പറയുന്നത് കൊച്ചി പോലെയല്ല, ഒരു ഭീകര മുംബൈ ആയാലും ബിംബൈ ആയാലും നമ്മൾ കുറേ കാലമായിട്ട് ബാക്കിൽ തന്നെയാണ്. അതാണ് ഒരു കാര്യം. ഇപ്പം മുംബൈ ആയാലും യു ടേക്ക് എനി അമ്പലം ഫോർ ദാറ്റ് മാറ്റർ. ഓക്കെ, നമ്മൾ നോർത്തിലോ കേരളനാഥ് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ നോർത്തിലോട്ടൊക്കെ പോകുമ്പോൾ അവിടെ ഈ പ്രശ്നം, കാരണം അവിടെ ഈ ജാക്കറ്റ് ഇട്ടോണ്ട് പോകാൻ പറ്റുള്ളൂ, അവിടെ സാരി മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ, മറ്റേ സാധനം ജീൻസ് ഇടാൻ പാടില്ല നടക്കുന്ന കാര്യമില്ല. ദാറ്റ് ഇസ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അവർ അവിടുത്തെ കാരണം അതുമായിട്ട് അങ്ങ് ഇവോൾവ് ആയി മാറി.
ഭക്തി എന്ന് പറയുന്ന ബിസിനസ് ആണല്ലോ. സിദ്ധിവിനായക് പോലുള്ള ഒരു ഇത്രയും വലിയൊരു അമ്പലമാകുമ്പോൾ അത് അത്രയും മാത്രം വലിയ ഒരു ബിസിനസ് ആണെന്ന് തന്നെ വിചാരിക്കുക. അത്രയും മാത്രം കാശിന്റെ ഇൻടേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് പവർ. മണി ഈസ് പവർ കൂടെയാണല്ലോ. ആൻഡ് ദി സുപ്രീം പവർ കിട്ടുന്ന രീതിയിലുള്ള ഒരു പവർഫുൾ DT അല്ലെങ്കിൽ ഒരു സാധനമാണ് സിദ്ധിവിനായക ക്ഷേത്രം. അറിയാമായിരിക്കും, ബോംബെ അറിയുന്നവർക്ക് എല്ലാവരും അറിയാമായിരിക്കും. അപ്പം അവിടെ ഒരു സാധനം വരിക അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഭാരത്, ഇറ്റ്സ് ഹിന്ദുസ്ഥാൻ. അപ്പോൾ പേരിൽ തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ പേരിൽ തന്നെ പറയുന്നപ്പോൾ അതിനെ മൊത്തത്തിലൊരു കൺട്രോളബിൾ ഫാക്ടറാക്കി വരണം എന്ന് വിചാരിക്കുന്ന കുറച്ച് കോർപ്പറേറ്റ്സ് ഉണ്ട്. അമ്പലത്തിലും കോർപ്പറേറ്റ്സ് ഉണ്ടെന്ന് അറിയാമല്ലോ. അതിപ്പം ഈ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് അതിൽ ചെയ്യാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് വലിയ അമ്പലത്തിൽ വരുമ്പോൾ പിന്നെ എന്തുകൊണ്ട് ചെറിയ ചെറിയ അമ്പലങ്ങൾ ചെയ്തുകൂടാ എന്ന് മറ്റൊരു സാധനം വരും. അപ്പം അതിനെ കൺട്രോൾ ചെയ്യിപ്പിക്കാനുള്ളൊരു പരിപാടിയാണ് എന്തുപറ്റി. മാറ്റങ്ങൾ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. എല്ലാ അമ്പലങ്ങളിലായാലും സമൂഹത്തിലായാലും എല്ലായിടത്തും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ മാറ്റങ്ങൾ ഉണ്ടാവുന്ന വഴിയെ വേറെ കുറെ ആൾക്കാർ അതിനെ മിസ്യൂസ് ചെയ്യാനൊക്കെ നോക്കുമ്പോഴാണല്ലോ ഇതുപോലുള്ള ഓരോ നിയമങ്ങൾ വരുന്നത്. ഇപ്പൊ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ നമ്മൾ പൊതുവെ എന്താ പറയാ കുലീനമായ വസ്ത്രം അങ്ങനെ ഒന്നും ഇല്ല. എന്നാലും നമ്മൾ കുറച്ച് സിമ്പിൾ ആയിട്ടും ഹമ്പിൾ ആയിട്ടും ഒക്കെ അല്ല, താങ്കളുടെ ഫ്രണ്ട് രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം പറഞ്ഞ സാധനമുണ്ട്. അതായത് അമ്പലങ്ങളിൽ വരുമ്പോൾ മാന്യമായ വസ്ത്രം ധരിക്കുക എന്നുള്ളത് അവനവന്റെ ഇതാണ്. ആ വരുന്ന ഒരാള് അത്യാവശ്യം അല്ലെങ്കിൽ ശരീരഭാഗം കാണിച്ചുകൊണ്ട് അമ്പലത്തിൽ വരികയാണെങ്കിൽ അവിടെ നിൽക്കുന്ന മറ്റുള്ളവർക്ക് തോന്നുന്ന വികാരം ആ വികാരം ആ അമ്പലത്തിൽ വരുന്ന വികാരവുമായി ഫോക്കസിൽ നിന്ന് മാറിപ്പോകുന്നത് വികാരം എന്നുള്ള ആ വാക്ക് പ്രയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷൻ മാറും. ഇപ്പൊ ഒരു പെണ്ണ് ഈ പറഞ്ഞ പോലെ അല്ലെ കുറച്ച് എക്സ്പോസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വരികയാണ്, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്, പെട്ടെന്നായിരിക്കും അവര് നമ്മുടെ മുന്നിൽ കൂടെ പോകുന്നത്. മനുഷ്യനാണ് ദേവി, കുറച്ച് നേരത്തേക്ക് നമുക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ മാറിപ്പോവും. അപ്പൊ അമ്പലങ്ങളിൽ നമ്മൾ വരുന്നത് എന്തിനാ? സമാധാനത്തിനും അല്ലെ പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ഡീവിയേഷൻ വരണ്ടെന്ന് വിചാരിച്ചിട്ട് ആദ്യം പ്രാർത്ഥിക്കേണ്ട നമ്മുടെ മനസ്സിൽ കൺട്രോൾ വരണം. അതല്ലേ വേണ്ടത്. ഇതൊരു പരീക്ഷണമായി നിങ്ങൾ കാണണം. ഈ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് വരിക എന്നുള്ളതായിരിക്കും. നേരത്തെ പറഞ്ഞു പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അതിൽ സാരി കൊടുക്കുന്നതായിട്ടാണ് ഞാൻ സീരിയലിൽ കണ്ടിട്ടുള്ളത്, ഞാൻ വായിച്ചിട്ടില്ല. അപ്പോൾ അതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ താനിപ്പോൾ പറഞ്ഞപ്പോഴാണ്, ബിക്കോസ് ആ സമയത്ത് ദ്രൗപദി വാസ് ഇൻ പീരിയഡ്സ് അല്ലേ, അപ്പം അതുമായി ബന്ധപ്പെട്ട സാധനമാണ് ഇത് കൊടുത്തത്. അപ്പോൾ അതിനെ കുറച്ച് സ്പിരിച്വലി മാറ്റിയിട്ട് പുള്ളി കാണിച്ച സാധനത്തിനെ കുറച്ച് എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ വാട്ട് ഹി വാസ് ട്രൈങ് ടു ഡു ഈസ് ടു ഗിവ് ദ ക്ലോത്ത്സ് അല്ലേ. അതുകൊണ്ടാണ് ബിക്കോസ് ഷി വാസ് ബ്ലീഡിങ് ടു ഗിവ് ദ ക്ലോസ്. പക്ഷേ ഈ കുറച്ച് കാലം വരെ അല്ലെങ്കിൽ ഈ അടുത്ത കാലം വരെ മോള് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴും അമ്പലങ്ങളിൽ പീരീഡ്സ് ആണെന്നുണ്ടെങ്കിൽ പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള പോകാൻ പാടില്ല, പോകാൻ പാടില്ല, ചെക്ക് ചെയ്യാൻ ഒരു സിസ്റ്റം ഇല്ലാത്തടത്തോളം പോകുന്നവരുണ്ട്. പക്ഷെ വീട്ടുകാരും എല്ലാവരും പറഞ്ഞു അത് പോകാൻ പാടില്ല, എന്തോ പാപമാണെന്നുള്ള രീതിയിൽ അല്ലേ അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശ്രീകൃഷ്ണൻ അന്ന് ചെയ്തത് ഹി വാസ് ട്രൈങ് ടു ഹെൽപ്പ് ദ ലേഡി അല്ലേ, ബൈ ഗിവിംഗ് ദ പാഡ് പോലെയാണ് അതിനെ ഒരു ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സാധനമാണ് പുള്ളി ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമ്പലങ്ങളിൽ നമുക്കിപ്പോ നമ്മൾ അശുദ്ധം ശുദ്ധിയുടെ ഒന്നല്ല, പക്ഷെ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്തിൽ മോസ്റ്റ് ഓഫ് ദ പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒരു ആരാധനാലയങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവില്ല. നമുക്ക് ഓൾറെഡി ഫിസിക്കൽ ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ആ സമയത്ത് ഉണ്ടാവും. അതിനേക്കാൾ ഉപരി നമുക്ക് തന്നെ ഒരു വൃത്തി കോൺഷ്യസ് ആ സമയത്ത് വരും. ഇതും വെച്ചുകൊണ്ട് എങ്ങനെ അമ്പലത്തിലേക്ക് കയറും എന്നുള്ള അതൊക്കെ കൊണ്ടായിരിക്കാം. പിന്നെ ഇതിന്റെ ശാസ്ത്രവശങ്ങൾ ഇരുന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. എന്താണ് അതിന്റെ പവറോ വിഗ്രഹത്തിന്റെ പവറും ഈ പീരീഡ്സ് ആയ പെണ്ണിന്റെ പവറും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ആ പക്ഷെ നമുക്ക് നമ്മൾ സംസാരിക്കാൻ ആളല്ല. ഈ പറയുന്ന എപ്പോഴും ഈ പറയുന്ന നമ്മളീ പറയില്ല എവല്യൂഷൻ എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ ഒരു എവല്യൂഷൻ പറഞ്ഞാൽ ഒരു നമുക്ക് അധികം സംഭവിച്ചിട്ടില്ലാത്തൊരു സാധനം അത് തന്നെയാണ്. ഇപ്പൊ 2 പതിറ്റാണ്ട് അല്ലെങ്കിൽ 2 സെഞ്ചുറി ഈ പഴക്കമുള്ള ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ഗണേശ ടെമ്പിളാണ് സിദ്ധിവിനായകർ. പക്ഷെ ഇത് ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് വരെ ആയിരുന്നെങ്കിൽ പിന്നെ കുറച്ച് അക്സെപ്റ്റൻസ് കിട്ടുമായിരുന്നു തോന്നുന്നു. കാരണം ഇപ്പോഴത്തെ ഒരു 2025 ഈ ഒരു വാർത്ത വരുമ്പോഴാണ് ഇതെന്തോ ഒരു അബ്രപ്റ്റ് ആണോ ഓക്വേർഡ് ആണോ എന്ന് തോന്നുന്നത്. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ അവർ ഡ്രസ്സ് ധരിക്കുന്നത് അവരുടെ കംഫർട്ടിൻ്റെ എക്സ്ട്രാ കംഫർട്ട് ധരിക്കാനാണ്. പണ്ട് സ്ത്രീകളോട് ചോദിച്ചാൽ പണ്ട് സ്ത്രീകൾ ടൈറ്ററായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ഇഷ്ടപ്പെടുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ ഓവർസൈസ്ഡ് ഷർട്ട്സിലേക്കും ഓവർസൈസ്ഡ് ടീഷർട്ട്സിലേക്കും പോകുന്നത്. പണ്ട് ഒരു പെൺകുട്ടി ടീഷർട്ട്സ് ധരിക്കുന്നതിൻ്റെ അപൂർവമാണ്. ഇപ്പോൾ ഷർട്ട്സും ടീഷർട്ട്സിലേക്കാണ് കൂടുതൽ ആൾക്കാർ പോകുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഈ എവല്യൂഷൻ എന്ന് പറയുന്നത് ഇത് നടത്തിപ്പുകാർക്കും വേണ്ടേ?
ഈ എവല്യൂഷൻ എന്ന് പറയുന്ന സാധനം സൊസൈറ്റി ഇവോൾവ് ചെയ്യുന്നത് ഈ നടത്തിപ്പുകാരുടെ ഇപ്പം നേരത്തെ പറഞ്ഞു ഗുരുവായൂർ ചുരിദാർ പറ്റത്തില്ലായിരുന്നു, അവർ മാറി ചോക്കേ പറഞ്ഞു. അത് പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ പണ്ട് അവിടെ ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു, ഇപ്പൊ ഡ്രസ് കോഡ് ഇല്ല എന്ന് പറയുന്നതാണ് ഇൻട്രസ്റ്റ് ഓഫ് ദ മാനേജ്മെന്റ് ബേസിക്കലി അല്ലേ. സോൾ ഇൻട്രസ്റ്റ് ഓഫ് ദം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. 2020 ഇപ്പോഴും നമ്മൾ ഇൻസ്റ്റയിലും ബാക്കിയുള്ള സാധനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ അടിയുണ്ടാക്കുന്ന ജനറേഷൻ നമ്മുടെ ഇടയിലുണ്ട്. ഒരുപക്ഷെ കൂടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം പല സ്ഥലത്തും. ഒരുപാട് കാണുമ്പോൾ തന്നെ ചുമ്മാ വെറുതെ ഇരുന്നു ആ മതത്തിന്റെ പേരും പറഞ്ഞു ഒരു ചുമ്മാ അടി ഉണ്ടാക്കുകയാണ്. ഹിന്ദുവും മുസ്ലിമും ചുമ്മാ പേര് മാത്രം മതി, ചിലപ്പോൾ ഫേസ് പോലും ഉണ്ടാവില്ല, ഫേക്ക് ഐഡിയകളായിരിക്കാം. പക്ഷെ അപ്പം മനസ്സിലാക്കുന്നുണ്ട് ഇതിലൊക്കെ യവന്മാർ പുരാണങ്ങളുമായി ബന്ധപ്പെട്ട്. അപ്പം കുറേ നേരം കേട്ട് കഴിയുമ്പോൾ നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ആയി മാറി അതിലെന്തോ ഒരു പ്രശ്നമുണ്ട് ഇത് പാർലങ്ങ് പ്രശ്നമാക്കും. സ്മോൾ സാധനം വെറും ഒരു കാര്യമില്ല, വെരി സില്ലി സംഷിട്ടായിരിക്കും, സില്ലി ഷിറ്റ് തന്നെ ആയിരിക്കുള്ളൂ എല്ലാം. ഇതിനെ പറഞ്ഞത് വലുതാക്കും, പിന്നെ അത് അമ്പലി കമ്മിറ്റിയിലേക്കും പള്ളി കമ്മിറ്റിയിലും അത് വലിയൊരു സാധനമായി മാറും, പിന്നെ അതൊരു റൂളായി മാറും. ഇപ്പം ഇടയ്ക്ക് ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നുണ്ടൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതിനുമായി ബന്ധപ്പെട്ട പ്രശ്നം എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും കൃത്യമായിട്ട് അറിയില്ലെങ്കിലും ഈ മോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നുവാണ് ഓക്കെ ഐ എം നോട്ട് കംഫർട്ടബിൾ ഇൻ ഗോയിങ് ദർ, ഐ ഡോണ്ട് ഫീൽ മൈസെൽഫ് ആസ് എ ക്ലീൻ ഒബ്ജക്ട് ഓർ എ ക്ലീൻ സബ്ജക്ട് ടു ഗോ ടു എ പ്ലേസ് ലൈക്ക് ദിസ് എന്ന് നമുക്ക് തോന്നുന്നത് വി ഷുഡന്റ് ഗോ. അതാണ് ഭക്തി. ദാറ്റ് ഇസ് ദ ഭക്തി ഐ സേ. മനസ്സിലായി? നമ്മൾ ആ സെറീൻ ആയിട്ടുള്ള സ്ഥലത്തിൽ എങ്ങനെ കാണുന്നു എന്നുള്ള മദ്യപിച്ചിട്ട് കള്ളു കുടിച്ചിട്ട് പള്ളിയിൽ പോകാൻ ചോദിച്ചിട്ട് അവിടെ നിന്ന് വീൻ തരുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു കണക്കല്ലല്ലോ. വൈൻ കിട്ടുന്നുണ്ട്, അതൊന്നും നമുക്ക് അവിടെ നിന്ന് കീടോടിക്കാടെ എന്ന് പറയുന്നത് ശരിയല്ല. മനസ്സിലായില്ലേ? അപ്പൊ എല്ലാത്തിനും അതിൻ്റെ ഒരു പരിപാടിയുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ഈ അന്ധമായ ഭക്തി മൂത്തിട്ട് ഇവന്മാർ പറയുന്നതെല്ലാമാണ് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള. എത്ര പേര് ഇത് വായിച്ചിട്ടുണ്ട് ഈ ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ? ഗീതയായാലും ഡ്രസ് ഉണ്ടായിരുന്നു എന്തായിരുന്നു പിന്നത്തെ കാര്യം ഉണ്ടായിരുന്നു. എന്ത് ബ്യൂട്ടിഫുൾ ദൈവങ്ങളാണ് നമ്മുടെ, വെരി ഹാൻസം, വെരി ബ്യൂട്ടിഫുൾ, ഗോർജിയസ് ലുക്കിംഗ് അല്ലേ ഇവരൊക്കെ അല്ലേ? ഗുരുവായൂരല്ലേ മറ്റേ കൊത്തുപണികളൊക്കെ ഉള്ള ഇല്ലേ? അപ്പൊ അതിലൊന്നും ആർക്ക് കോൺസെൻട്രേഷൻ വന്നില്ല. ഗണപതി ഈസ് എ ബാച്ചിലർ അല്ലേ? അദ്ദേഹം ബാച്ചിലർ അല്ലേ? പുള്ളി വരുന്നുണ്ടായിരുന്നോ? അല്ലെ എനിക്കറിയാമല്ലോ. ഓ അല്ല, പക്ഷെ അത് ഗണപതി കമ്പയർ ടു അയ്യപ്പ കമ്പയർ ചെയ്തത്. ശബരിമല അത് വേറെ. ഞാൻ ഗണപതിയുടെ കാര്യം ഓരോ ബോർഡിലാണ് ശാസ്താവാണ് പുള്ളിക്കാരനുള്ള അമ്പലങ്ങളിൽ ഇരിക്കുന്നത്. അപ്പൊ അതായത് ഈ അമ്പലങ്ങളെ ചുറ്റിപ്പറ്റി ഓരോ ക്ഷേത്രത്തിനും അതിന്റേതായ ഡേറ്റ് ഉണ്ട്, അതിന്റേതായ വിശ്വാസങ്ങളുണ്ട്. ബാക്കി എല്ലാ അമ്പലങ്ങളിലും നമുക്ക് എന്ത് ഡ്രസ് ഇട്ട് കയറാം, അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് കയറാം. ഇപ്പൊ ആറ്റുകാൽ പൊങ്കാല പുരുഷന്മാർക്ക് ഇടാൻ പറ്റും? ഇല്ല. അപ്പൊ ഇതൊക്കെ ഇടാല്ലേ, ആരും കാണില്ല. അല്ലല്ല, പുറത്തിട്ട് ഇടുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അത് ഇടുന്നത് കൊണ്ട് അവിടെ ഭക്തി അല്ലാതെ തെളിയിക്കുകയാണ്. ഒരു പുരുഷനും ഭക്തിയോടുകൂടെ ചെന്ന് പൊങ്കാല ഇടത്തില്ല, കാരണം അതിൽ ഭക്തി ഇല്ല എന്ന് വി ആർ ട്യൂൺ ദാറ്റ് വേ. നമ്മൾ പറഞ്ഞാൽ അത് ആ സമയത്ത് പ്രാർത്ഥന കേൾക്കില്ല എന്നുള്ളതാണ് പുരുഷന്മാരിടാത്തതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലേ? പക്ഷെ ഇപ്പൊ ഈ മതത്തിന്റെ പേരിലാണെങ്കിൽ ഇങ്ങനെ കുറെ റൂൾസ് ഒക്കെ കൊണ്ടുവരുന്നതിൽ കുറച്ച് കൂടുതലാണ് അല്ലേ? അതല്ല ഞാൻ പറഞ്ഞത്, റിലീജിയസ് ടോക്സ് കൂടുതലാണ്. ഇപ്പൊ നമ്മൾ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആരോ എന്തോ എവിടെയോ കോപ്പറേറ്റീവ് ഒഴിവായ ഇത് പരിപാടി ബോംബെ കിടക്കുന്ന സാധനം നമ്മൾ ഇവിടെ എറണാകുളത്ത് കലൂർ വെച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇല്ലേ? അത് എന്ത് മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള സാധനം എന്ന് പല ജനറേഷനും പല പോപ്പുലേഷനും തോന്നുന്നുണ്ടാണ്. താങ്കൾക്ക് തോന്നിയതുപോലെ എനിക്കും തനിക്കും തോന്നിയതുപോലെ അങ്ങ് തോന്നുന്നുണ്ടായിരിക്കും. അതാണ് യുവന്മാരുടെ ഈ കൺട്രോൾഡ് ആയിട്ട് ചെയ്യണം. ഇപ്പം നാഷ് നേരത്തെ പറഞ്ഞ പോലെ പല അമ്പലങ്ങളിലെ ആർട്ട് വർക്ക്സ് നോക്കിയാലും അതുപോലെ തന്നെ ഈ ലോകത്ത് സെക്ഷുവാലിറ്റി അല്ലെ സെക്സ് എന്ന് പറയുമ്പോൾ ഈസ് ഈക്വൽ ടു കാമസൂത്ര എന്ന് പറയപ്പെടുന്ന രാജ്യത്ത്, അത് എഴുതിയ രാജ്യത്ത് നിന്ന് നമ്മൾ അന്ന് നിന്നുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. അപ്പം ഈ സാധനത്തിൽ ഈ പറയുന്ന ഒരു ഇപ്പോൾ അവിടെ സിദ്ധിയുടെ ടെമ്പിൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നടക്കുന്ന ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല. ഇന്നലെ ഈ വാർത്ത വരുമ്പോഴാണ് അവിടെ എന്തോ പ്രശ്നം നടന്നു, എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് പറയപ്പെടുമ്പോഴാണ് ഈ വിഷയം. എപ്പോഴും ഒരു സിസ്റ്റത്തിനെതിരെ സംസാരിക്കുന്നവരെല്ലാം റിബലാണ്. അത് റിബൽ പറയുന്നത് കറക്റ്റാണോ ഇല്ലയോ എന്നുള്ള കാര്യം രണ്ടാമത്തെ കാര്യം എന്നേ ഉള്ളൂ. മനസ്സിലായി? ഇപ്പം നമ്മളിപ്പം ഇങ്ങനൊരു സംഭവം വരുന്നു, ഇങ്ങനെ സംഭവത്തെ അതൊരു ന്യൂസ് വാല്യൂ ഉള്ളതാണ്. കാരണം ഇത്രയും ഫേമസ്, ഇത്ര സെഞ്ചുറീസ് പഴക്കമുള്ള അമ്പലത്തിൽ 2025 എന്തുകൊണ്ടാണ് ഈ 2025 ഇത് നടക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അല്ല, അപ്പൊ അവിടെ വന്നപ്പോൾ അതിനകത്ത് വരുന്ന കുറെ കമന്റ്സ് വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾ അവരെല്ലാം അമ്പലത്തിൽ വരുന്നുണ്ടെങ്കിലും ഒരു റീൽ ഫോർമാറ്റഡ് ആണ് അവരുടെ ലൈഫ് സ്റ്റൈൽ ഫുള്ള്. അപ്പം എന്തിനേയും അമ്പലത്തിൽ വരുന്നതും അതൊരു റീൽ കണ്ടന്റ് ആണ് അവർക്ക്. അപ്പം ഈ വരുമ്പോൾ ഇവര് പറയുന്ന ചില്ലിംഗ് വിത്ത് ഗണപതി ടെമ്പിൾ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ സംഭവങ്ങൾ
പിന്നെ എങ്ങനെയാണ് ഈ പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ കൊണ്ടുവരാണ്ടിരിക്കുക? അപ്പൊ ഒന്നുകിൽ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട്, ഇത് നടക്കു പോകുന്ന മര്യാദക്കുള്ള പരിപാടി ജനറേഷൻ ഇല്ലെന്ന്. അല്ല അപ്പം ഈ പറയുന്ന നേരത്തെ ബ്രോ പറഞ്ഞ പോലെ ബിക്കിനിട്ട് അമ്പലത്തിൽ പോകാൻ പാടില്ല എന്ന് ഒരു കുട്ടിയുടെ അടുത്ത് പറയേണ്ട അവസ്ഥ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഭീകരമാണ്. അപ്പൊ അവിടെ ആ പറയുന്ന ഈ നമ്മൾ സംസാരിക്കുമ്പോൾ 2 പോയിന്റ് സംസാരിക്കാൻ പറ്റും. കാരണം അങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യം വാർത്ത കേട്ടപ്പോൾ എനിക്ക് ഇത് ബോംബെയിൽ അങ്ങനെ ഒരു വാർത്ത അല്ലെങ്കിൽ അമ്പലത്തിൽ അല്ല, മുംബൈ നമ്മൾ കൊച്ചി എന്ത് പറയുന്നു, മുംബൈ അൾട്രാ ലക്ഷറിയസ് അല്ലെങ്കിൽ അൾട്രാ ദി മുംബൈ ആണ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ഇത്രയും സെഞ്ചുറീസ് പഴക്കമുള്ള ഒരു അമ്പലത്തിൽ 2025 ഈ ഡ്രസ് കോഡ് നിയമം കൊണ്ടുവരുമ്പോഴാണ് അത് വാർത്ത. 2 കാര്യങ്ങളാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുള്ളൂ. ഒന്ന്, നിങ്ങൾ ഈ പറഞ്ഞ ഈ പിള്ളേരുടെ അൺകൺട്രോളബിൾ ആയിട്ടുള്ള സാധനം, അതല്ലെങ്കിൽ വേറെ ആർക്കോ ഇതിനെ കൺട്രോൾ ചെയ്യണം എന്നുള്ള സാധനം, ഈ വലിയ വലിയ പേരുകളിൽ കൺട്രോൾ ചെയ്യണം എന്നുള്ള സാധനം. ഈ പറയുന്ന എല്ലാ വലിയ ആരാധനാലയങ്ങളും, ഏത് കമ്മ്യൂണിറ്റി ആയാലും, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, വാട്ട് എവർ ഇറ്റ് ഈസ്, എല്ലാ കമ്മ്യൂണിറ്റിയിലും ഈ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ അത് കേൾക്കുന്നുണ്ട്, വലിയ വലിയ പേരുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം സമാധി സാധനം ഇല്ലേ, ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ there is some kind of agenda happening എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സാധാരണ ഒരാൾക്ക്, പൊളിറ്റിക്കൽ അല്ലാത്ത ഒരാളാണ് ഞാൻ, എന്നിട്ടും കുറച്ച് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി എന്തോ ഒരു അജണ്ട ഇതിന്റെയൊക്കെ ബാക്കി നടക്കുന്നില്ലേ ഇല്ലേ. വാട്ട് ഇസ് ഹൂ വാണ്ട്സ് ടു ബിക്കം ദ സുപ്രീം പവർ? 15ാം നൂറ്റാണ്ടിലേക്കല്ലേ വണ്ടി കയറുവാണെന്നൊരു തോന്നല. ആണെന്നേ ഇപ്പോഴും ആരാധനാലയങ്ങളിൽ മറ്റേ ഗരുഡൻ തൂക്കം അത് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. ആൻഡ് പീപ്പിൾ സഫർ അബൌട്ട് ഇറ്റ്. പലരും അതിന് ശേഷമുള്ള പല ട്രോമയിൽ നിന്നും അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള പല പ്രശ്നങ്ങളായിട്ട് ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. അല്ല, അതിലൊക്കെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഈ ഗരുഡൻ തൂക്കം പണ്ട് മാംസത്തിൽ കൂടെ ഇങ്ങനെ ഇപ്പൊ വെറുതെ കെട്ടി തൂക്കലൊക്കെയാ. അപ്പൊ ഇതൊക്കെ മാറുന്നുണ്ട്. കുറെ കാര്യങ്ങൾ മാറി മാറി വരുമ്പോഴാണ് പെട്ടെന്ന് ഒരൊറ്റ ചാട്ടം തിരിച്ച് പുറകിലോട്ട്. ആണ്, അത് ട്രിഗർ ചെയ്ത് കൊടുക്കുന്ന പല നാറികളുണ്ട്. ആചാര്യന്മാരെന്ന് പറയുന്ന നാറികളുണ്ട്. മൊല്ലാക്കയായാലും ആചാര്യന്മാരായാലും ബിഷപ്പുകാരും പല നാറുകളുണ്ടെന്നാണ്. എല്ലാവരും ആണെന്നുണ്ട്, പലവരും ഉണ്ട്. എല്ലാവരും ആണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല, പറയത്തുമില്ല. ഈ ചിലവരാണ് നോക്കുമ്പോൾ, നമ്മുടെ സ്കൂളിലും അങ്ങനെയാണല്ലോ, ഇപ്പം 100 പേര് നന്നായിട്ട് പഠിക്കുന്നതിൽ ഒരുത്തം പൊട്ടിപ്പോയി അവൻ്റെ പേരല്ലേ വരുള്ളൂ എന്ന് പറയുന്ന പോലെ ഇവരെല്ലാം കൂടെ ചെയ്യുമ്പോൾ കുറേ പേര് അത് ദാറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ഇറ്റ്. അവർക്ക് അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ഭാഗമായി മാറും. പിന്നെ അതൊരു സിസ്റ്റമായി മാറും. പിന്നെ അതൊരു റൂളായിട്ട് മാറും. പിന്നെ വി ഹാവ് ടു ഡു ഇറ്റ് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് അല്ലേ. പല അമ്പലങ്ങളും ഇസ് കൺട്രോൾഡ് ബൈ ദേവസ്വം ബോർഡ്. അതുപോലത്തെ ഓരോ സ്റ്റേറ്റിലും ഓരോരുത്തരായിട്ടുള്ള സാധനങ്ങളുണ്ട്. കേരളത്തിൽ തന്നെ ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങളിലാണെങ്കിൽ അകത്ത് കയറണമെങ്കിൽ പുരുഷന്മാർ ഷർട്ട് ഊരണം. പക്ഷെ VHPന്റെ അമ്പലമാണെങ്കിൽ ഷർട്ട് ഊരണ്ട. ആണോ? ഇങ്ങനെ കുറെ സിസ്റ്റംസും കാര്യങ്ങളും മനുഷ്യരുണ്ടാക്കണല്ലേ. വോട്ടിടുമ്പോ മര്യാദ കുത്തണം, അല്ലെങ്കിൽ ഇങ്ങനെ